ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അനുമോൾ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്ന് ഇന്നലെ നടന്ന ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം അനുമോളെ ഫ്രൈ ആക്കി എടുത്തതും പോരാഞ്ഞ് ഫാൻസുകാർ ഇപ്പോൾ കൊട്ടിഘോഷിക്കുന്ന ഈ വർത്തമാനം കേൾക്കുമ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. ഇന്നലെ ലാലേട്ടൻ അനുമോളെ എഴുന്നേൽപ്പിച്ച് നിർത്തുകയും കഴിഞ്ഞ വീക്കിൽ ആദ്യ ദിവസങ്ങളിൽ അനുമോൾ നടത്തിയ ഡ്രാമയ്ക്ക് എന്താണ് ഉത്തരമെന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ പാറ പോലെ ഉറച്ചു നിന്നു എന്നാണ് ഫാൻസുകാർ പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസുകാർ മാത്രമാണ് ഈ അനുമോളുടെ സ്റ്റൈലിനെ വിമർശിക്കാതെ ഇരിക്കുന്നത്. എന്താണ് അനുമോൾ ആ ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ ആഴ്ച കാട്ടിക്കൂട്ടിയതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അനുമോളെ കൂട്ട് തന്നെയുള്ളൊരു സ്ത്രീയെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ചെയ്യുന്നു എന്ന് കണ്ട് വിളിച്ചു പറഞ്ഞിട്ട് അതിന് തെളിവായി പറയുന്നത് ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ടു എന്നാണ്. അതിലാണ് പുള്ളി ഉറച്ചു നിൽക്കുന്നത്. ബിഗ് ബോസ് ഹൗസിലുള്ള 100 ക്യാമറകൾ കാണാത്തതും ബാക്കി ആരും കാണാത്തതുമായ കാര്യമാണ് അനുമോൾ കണ്ടതെന്ന് പറയുന്നു. ലാലേട്ടൻ തന്നെ അത് എപ്പിസോഡിൽ പറയുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കി, എന്നിട്ടും കാണാത്തത് അനുമോൾ കണ്ടു എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കണം? അപ്പോഴും പുള്ളിക്കാരി പറയുന്നത് ഞാനേതാണ്ട് പുറത്ത് ഭയങ്കര ഹിറ്റാകുമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. അത് കേട്ട് കരഞ്ഞുകൊണ്ട് ഫാൻസുകാരും അലമുറയിടുകയാണ്. ലാലേട്ടൻ ഏതാണ്ട് കട്ട് ചെയ്ത് കാണിക്കുകയാണ്. അതുകൊണ്ടാണ് എന്തോ സംഭവം അതിനകത്ത് നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത് എന്നാണ് ഇപ്പോൾ ഫാൻസുകാർ പറയുന്നത്. ഈ നിങ്ങൾ തന്നെ നാളെ ബിഗ് ബോസ് ആ വീഡിയോ ഇട്ടെങ്കിൽ അന്നേരം പറയും അനുമോൾ പറഞ്ഞ ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇപ്പം പ്രക്ഷേപണം ചെയ്തിരിക്കുന്നത്. എങ്ങനെ ചെയ്താലും ഫാൻസുകാർക്ക് അത് ന്യായീകരിക്കാൻ ഒരു പാടുമില്ല. പിന്നെ ബിഗ് ബോസ് ഷോ ആദ്യം മുതൽ ഈ 7 സീസണും കാണുന്ന എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എവിടെ നിന്ന് എന്ത് കാണിച്ചാലും അത് വ്യക്തമായി ക്യാമറയിൽ കിട്ടുന്ന രീതിയിലാണ് അവർ ആ വീടിനെ തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാരണം എന്തെന്ന് കഴിഞ്ഞാൽ ബെഡിൽ കിടക്കുന്നതും അതിനടുത്ത് നിന്ന് എന്ത് പുതപ്പ് മൂടിയിട്ടല്ലാതെ എന്ത് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ക്യാമറയിൽ എടുക്കുവാൻ വലിയ പാടൊന്നുമില്ല. അത് കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ജാസ്മിൻ ഗബ്രിയുടെ സീനുകളൊക്കെ കാണിച്ചു. അതിനു മുമ്പും ഇതേ സീനുകൾ വളരെ വ്യക്തമായിട്ട് സൂം ചെയ്ത് നമ്മളെ കാണിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. സീസൺ 5 അഖിൽമാരാരുടെ സീസണിൽ സെറീന സാഗറിൻ്റെ ആ ബെഡിലിരുന്നുള്ള എല്ലാ സീനുകളും ബിഗ് ബോസ് അങ്ങനെ പുറത്ത് വിട്ടിട്ടുണ്ട്. ബിഗ് ബോസ് 18+ കാണിക്കാൻ ഒരു മടിയും വിചാരിക്കാറില്ല. അപ്പോൾ പിന്നെ ജിസയിലും ആര്യനും ഒക്കെ ബെഡിനടിയിൽ എന്തോ കാണിച്ചിട്ടുണ്ട്. ബിഗ് ബോസിന് പുറത്ത് വിടുന്നതിന് എന്താണ് പാട്? അനുമോൾ അത് കണ്ട് അനുമോളുടെ ക്യാമറയിൽ പകർത്തുന്നതിന് മുമ്പ് തന്നെ ബിഗ് ബോസ് അത് പ്രക്ഷേപണം ചെയ്യും. അതിലൊന്നും ഇല്ലാത്തത് കൊണ്ടും അവിടെ ഒന്നും നടന്നിട്ടില്ലാത്തത് കൊണ്ടും മാത്രമാണ് അവർ പ്രക്ഷേപണം ചെയ്യാതിരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇത് കാണുന്നവർക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബിഗ് ബോസ് ഈ വിഷയത്തിനെ ഇങ്ങനെ സോൾവ് ചെയ്ത് വിട്ടതിൻ്റെ വ്യക്തമായ കാരണം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ സീസണിൽ 2 പെണ്ണുങ്ങൾ തമ്മിലുള്ള ഫൈറ്റാണ് ബിഗ് ബോസ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് തണുത്തു പോകുവാൻ ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിനെ ലഘൂകരിച്ച് അനുമോളെ ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം വെറുതെ വിട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഈ സീൻ വ്യക്തമായിട്ട് കാണിക്കുകയും ജിസയിൽ അത് കണ്ടു കഴിഞ്ഞാൽ, കാരണം ആ സംഭവം നടന്ന് കുറച്ച് മണിക്കൂറിന് ശേഷം ജിസയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അനുമോളെ നീ ഈ സീൻ കണ്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുണ്ടോ? ലാലേട്ടൻ വരുമ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ കിറ്റ് ചെയ്ത് പോകാമെന്നു. ഇല്ല, ഇത് നീ പറയുന്നത് കളവാണെങ്കിൽ നീ ഈ വീട് വിട്ടു പോകുമോ എന്ന്. അപ്പോൾ ലാലേട്ടൻ അത് വ്യക്തമായിട്ട് കാണിക്കുകയും ഇത് ഒന്നുമില്ലെന്നു കാണുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ജിസയിൽ എഴുന്നേറ്റ് നിൽക്കാനും അനുമോളോട് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുവാനും സാധ്യതയുണ്ട്. ഒരു പക്ഷേ നാണക്കേട് കൊണ്ട് അനുമോൾ ആ വീട് വിട്ട് പോകുകയും ബിഗ് ബോസ് ഷോയ്ക്ക് തന്നെ അവരുടെ റേറ്റിങ്ങിനെ തന്നെ അത് ബാധിക്കുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് ബിഗ് ബോസ് ആ പ്രവൃത്തിക്ക് മുതിരുന്നില്ല. ഒന്ന്, ഭാഷ അത്ര വശമില്ലാത്തതും ലാലേട്ടൻ പറയുന്നത് മുഴുവനും അങ്ങനെ മനസ്സിലാകാത്തതുമായ ജിസയിൽ
അനുമോളെ ഫ്രൈ ചെയ്യുന്നത് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. പക്ഷേ ഇത് തെളിവ് സഹിതം കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ജിസയിൽ പ്രതികരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷയം കൂടുതൽ വഷളാകുകയും അനുമോൾക്കത് ഇൻസൾട്ടായിട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ ബിഗ് ബോസിന് തന്നെയാണ് ക്ഷീണം. അതുകൊണ്ട് ബിഗ് ബോസ് ആ വിഷയം കാണിക്കുവാനായിട്ട് തയ്യാറാകാത്തതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരോടും തുറന്ന് കാണിക്കുകയാണ് ഇതിങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ അനുമോൾ സീറോയായി പോകുമെന്ന് ഒരു സംശയവുമില്ല. അതോടുകൂടി അനുമോൾ തകർന്നു പോവുകയും ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഷോ മുന്നോട്ട് പോകുന്നതിന് തടസ്സമാകുകയും ചെയ്യും. ഇത് ഇപ്പോൾ ഈ വിഷയം വീണ്ടും 100 ദിവസം വരെ കത്തിച്ചുകൊണ്ടു പോകാനാണ് ബിഗ് ബോസ് ശ്രമിക്കുന്നത്. പക്ഷേ അനുമോളും അനുമോളിൻ്റെ ഫാൻസും വിചാരിക്കുന്നത് ഇത് ഏതാണ്ട് ജിസയിൽ ചെയ്തത് തെറ്റും അനുമോൾ ചെയ്തത് ശരിയാണെന്നോ വിചാരിച്ചു തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ആ വീട്ടിൽ ഈ വിധ പ്രവൃത്തി, അതായത് സൂം ക്യാമറയും പിടിച്ചുകൊണ്ട് അതിനകത്ത് നടക്കുന്നത് തുടരുവാൻ തന്നെയാണ് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത്. കാരണം ജിസേലിൻ്റെ പുറകെ ഇങ്ങനെ കൂടിയാലേ ആ വീട്ടിൽ കണ്ടന്റ് ഇനിയും ഉണ്ടാകുകയുള്ളൂ. അനുമോളെ തകർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അനുമോൾ അതിൽ നിന്നും പിൻവാങ്ങിക്കഴിഞ്ഞാൽ ബിഗ് ബോസിന് കണ്ടന്റ് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഈ പ്രശ്നത്തെ ഇവിടം കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്നും ആ വിഷയം വീണ്ടും എടുക്കാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും 100% പറയുന്നു ആ സീനുകളൊന്നും കാണിക്കാൻ ബിഗ് ബോസ് തയ്യാറാകില്ല. കാരണം കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സീൻ ഉണ്ടായിട്ടില്ല എന്ന് 100% ഉറപ്പാണ്. കാരണം ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസ് ഇതിനു മുമ്പ് തന്നെ ചൂടാറാതെ ഈ വിഷയം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേനെ. ഇല്ലാത്തത് കൊണ്ടാണ് ബിഗ് ബോസ് ഇത് പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ അനുമോളെ ധാൻസി റാണിയായും പാറക്കല്ലായുമായി വിശേഷിപ്പിക്കുന്ന കുറേ ഫാൻസുകാർക്കും വലിയ വലിയ യൂട്യൂബേഴ്സിനും ഇപ്പോഴും അനുമോളെ ഏതാണ്ട് മഹത് വ്യക്തിയായി ചിത്രീകരിക്കുന്ന PR-കാർക്കും ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.